الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബിമാർ എത്ര തീവ്രമായിട്ട് സ്നേഹിച്ചു. ഒരു നിമിഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിരിഞ്ഞിരിക്കുവാൻ സഹാബിമാർക്ക് കഴിയുമായിരുന്നില്ല. മുആദ് ഇബ്നു ജബൽ എന്ന ചെറുപ്പക്കാരനെ, പ്രിയപ്പെട്ട അനുചരനെ യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി അയക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രം ചരിത്രത്തിലുണ്ട്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു യാത്രയപ്പാണത്. നൊമ്പരങ്ങൾ കടിച്ചമർത്തി മദീനയിൽ നിന്ന് യമനിലേക്ക് വലിയ ദൗത്യങ്ങളുമായിട്ട് നടന്നു നീങ്ങുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട അനുചരന് വിലപിടിപ്പുള്ള ഒരുപാട് ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നുണ്ട്. യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി. മുആദ്, ഇനി നീ യമനിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ നിനക്ക് നിന്റെ റസൂലിനെ കാണാൻ കഴിയണമെന്നില്ല. നീ എൻ്റെ ഖബറിന്റെ അരികിലൂടെ, എൻ്റെ പള്ളിക്കരികിലൂടെയാകും നടന്നു പോവുക. ഒരു സഹാബിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം നബി ഉള്ള മദീനയോട് വിട പറയുക, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയാതിരിക്കുക, അതവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ കുട്ടിയെ പോലെ വിതുമ്പിക്കരയാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു. ഇപ്പൊ കരയാൻ പറ്റൂല, വലിയ ദൗത്യവുമായിട്ട് പ്രബോധനവുമായിട്ടാണ് നീ യാത്ര തിരിക്കുന്നത്, അപ്പൊ ഈ സമയത്ത് കരയാൻ പാടില്ല. എന്നിട്ട് മദീനയിലേക്ക് തിരിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ മൻ കാനു വഹൈസു കാനു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ തഖ്വയുള്ളവരാണ്. അവരാരായിരുന്നാലും, അവർ എവിടെയുള്ളവരായാലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും ശരിക്ക് വായിച്ച ഒരാൾക്ക് കണ്ണീരിന്റെ നനവോടുകൂടി അല്ലാതെ ഈ യാത്രയപ്പ് വായിച്ചു തീർക്കാൻ കഴിയുകയില്ല. മുആദ് റളിയല്ലാഹു അൻഹു ശരിക്കും ഹൃദയം പറിച്ചെടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേ നബി ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. തൗഹീദ് എത്താത്ത നാട്ടിൽ, തൗഹീദിന്റെ വെളിച്ചമെത്താത്ത പ്രദേശങ്ങളിൽ
ഈ ദീനിന്റെ വെളിച്ചമെത്തണം, തൗഹീദിന്റെ സന്ദേശമെത്തണം. അത് വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വമായിട്ടാണ് മുആദ് റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നത്. ആ യമനിൽ എത്തിയിട്ട് പ്രബോധനം എങ്ങനെയാകണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരുടെ അടുക്കിലേക്കാണ് നീ പോകുന്നത്. ഉദ്ഉഹും ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. അവരോട് പോയിട്ട് ആദ്യം പറയേണ്ടത് എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്നാണ്. ഫഇൻഹും അതഉ ലിദാലിക്, അതിൽ അവർ നിന്നെ അനുസരിച്ചാൽ ഫഅലിംഹും അന്ന അല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല, എല്ലാ ദിവസവും നിങ്ങൾക്ക് 5 നേരത്തെ നിസ്കാരം അള്ളാഹു നിർബന്ധാക്കിയിട്ടുണ്ട് എന്ന് നീ അവരെ പഠിപ്പിക്കണം. ഫഇൻഹും അതഉ ലിദാലിക്, അതിൽ അവർ നിന്നെ അനുസരിക്കുകയാണെങ്കിൽ ഫഅലിംഹും ഇഫ്തറദല്ലാഹു അലൈഹിം, അള്ളാഹു അവർക്ക് നിർബന്ധാക്കിയിട്ടുണ്ട് സദഖതൻ ഫീ അംവാലിഹിം, അവരുടെ സ്വത്തിൽ സദഖ സകാത്ത്, തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, അത് അവരിലെ സമ്പന്നരിൽ നിന്ന് സ്വീകരിക്കുകയും അവരിലെ ദരിദ്രർക്ക് വിതരണം ചെയ്യുകയുമാണ് വേണ്ടത്. അപ്പൊ അവിടെ യമനിൽ പോയിട്ട് ആദ്യം പറയേണ്ട വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തൗഹീദാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദീനിന്റെ അടിത്തറ, അടിസ്ഥാനം, ആണിക്കല്ല് തൗഹീദാണ്. തൗഹീദ് ഇസ്ലാമിന്റെ ജീവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് പറയാൻ പറഞ്ഞത് തൗഹീദാണ്. സകാത്ത് കൊടുക്കണം എന്ന് പറയുന്നതിന് മുമ്പ് പറയാൻ പറഞ്ഞത് തൗഹീദാണ്. തൗഹീദ് ഇല്ലാത്ത ഒരാൾ കാലങ്ങളോളം നിസ്കരിച്ചു, എന്തെങ്കിലും കാര്യമുണ്ടോ? തൗഹീദ് ഇല്ലാത്ത ഒരാൾ എല്ലാ കൊല്ലവും കണക്ക് തെറ്റാതെ സകാത്ത് കൊടുക്കുന്നുണ്ട്, സകാത്ത് അവകാശികൾക്ക് കൊടുത്തു വീട്ടുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? തൗഹീദ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും, എത്ര വലിയ ഇബാദത്തുകൾ ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല. തൗഹീദാണ് നമ്മുടെ ദീനിന്റെ ജീവൻ. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. അള്ളാഹു നമ്മളോട് വിലക്കിയ ഏറ്റവും വലിയ തിന്മ ശിർക്കാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും അറേബ്യയിലും ആദ്യം പറഞ്ഞത് തൗഹീദാണ്. വളരെ സിമ്പിളായിട്ട് എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹുവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അത് വേറൊരാൾക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റൂല. ഇഫ്രാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായത് അവകാശപ്പെട്ടത് വേറൊരാൾക്ക് ഒരാൾ വകവെച്ചു കൊടുത്താൽ അതാണ് ശിർക്ക്, അതാണ് ഏറ്റവും വലിയ പാതകം, അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പൊ ലോകം നിയന്ത്രിക്കുന്നത് CM അടവൂരാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം CM-ന് വകവെച്ചു കൊടുക്കലാണ്. ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? കൺട്രോൾ ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അത് CM-ന് വകവെച്ചു കൊടുത്താൽ അതാണ് വെള്ളം ചേർക്കാത്ത ശിർക്ക്. ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ളത് വായിക്കാനും അറിയാനും നമ്മുടെ റബ്ബിന് മാത്രമേ പറ്റുള്ളൂ, അത് വേറൊരാൾക്ക് കഴിയൂല. അത് മുഹദ്ദീൻ ശൈഖിന് പറ്റുന്ന ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കാൻ. അത് ഔലിയാക്കൾക്ക് പറ്റുന്ന ഒരാൾ വാദിച്ചാൽ അത് ശിർക്കാൻ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ കൽബിലുള്ളത് എനിക്ക് കാണാൻ കഴിയുന്നതാണ് മുഹദ്ദീൻ ശൈഖിനെ പറ്റിയിട്ട് മാലയിലുള്ള വരി. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, കൽബുകളിലുള്ളത് അറിയുന്നവൻ അള്ളാഹു മാത്രാണ്. അത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലെ ജൂതപ്പെണ്ണ് വിരുന്നിന് വിളിച്ചു. നല്ല ആട്ടിറച്ചിയൊക്കെ പാകം ചെയ്തിട്ട് നബിയെ ക്ഷണിച്ചു. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ഷണം സ്വീകരിച്ചു. നബിന്റെ കൂടെ സഹാബിമാരും ഉണ്ട്. ആ ആട്ടിറച്ചിയിൽ ആ പെണ്ണ് വിഷം കലർത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ച പാത്രത്തിൽ ഇറച്ചിയിൽ വിഷം പുരട്ടിയിട്ടുണ്ട് എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ബിശ്ർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് ആ ഇറച്ചി കഴിച്ചതിന്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ള ഒരു പാത്രത്തിൽ വിഷമുണ്ട് എന്ന് തിരിച്ചറിയാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ നബി മരിച്ചതിന് ശേഷം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ പറ്റും. ഇപ്പൊ 4 ഖലീഫമാർ അൽ ഖുലഫാ ഉർ റാഷിദൂൻ, അവരുടെ മഹത്വവും പോരിശയൊന്നും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ആ 4 ഖലീഫമാരുടെ കൂട്ടത്തിൽ 2 ആളുകൾ ഷഹീദുകളാകുന്നത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. ഇവർ 2 പേരും ഷഹീദുകളായിട്ട് മരിക്കുന്നത് ഒളിഞ്ഞിരുന്ന ശത്രുവിന്റെ ആക്രമണത്തിലൂടെയാണ്. ശത്രു
ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവർ രണ്ടുപേരെയും വകവരുത്തുന്നത്. അപ്പൊ ഔലിയാക്കൾ എങ്ങനെയാണ് പിന്നെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം? തൊട്ടു പിന്നിൽ ശത്രു ഉണ്ട്. ഈ പള്ളിയിൽ, ഞാൻ നിസ്കരിക്കുന്ന പള്ളിയിൽ, എന്റെ പറകിലെ സൊഫിൽ എന്നെ കൊല്ലാനുള്ള കൊലയാളി ഉണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ വലിയാണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കെങ്കിലും തർക്കമുണ്ടോ? നമുക്കാർക്കെങ്കിലും സംശയമുണ്ടോ? ഇപ്പൊ പ്രിയപ്പെട്ടവരെ, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ, ഒരാളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച സംഗതികൾ വായിക്കുവാൻ നമ്മുടെ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. എവിടുന്ന് വിളിച്ചാലും ഉത്തരം തരാൻ അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. وَإِذَا سَأَلَكَ عِبَادِي أَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. അള്ളാഹുവിന്റെ റസൂലെ, എന്റെ അടിമകൾ എന്നെ പറ്റിയിട്ട് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുക, ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. അവരെന്നോട് പ്രാർത്ഥിച്ചാൽ, അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും. പ്രിയപ്പെട്ടവരെ, തൗഹീദിന് വല്ലാത്തൊരു മധുരമുണ്ട്. തൗഹീദ് ഒരു മനുഷ്യന്റെ മനസ്സിന് നൽകുന്ന നിർഭയത്വം അതെത്ര വലുതാണ്. തൗഹീദ് ഒരാൾക്ക് നൽകുന്ന ആശ്വാസവും സമാധാനവും അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കനം എത്രയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൂക്കം എത്രയാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ആഖിറത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹു കൊണ്ടുവരും. ഫയുൻശറു അലൈഹി 99 സിജില്ല. എന്നിട്ട് അയാളുടെ മുമ്പിൽ 99 രേഖകൾ, ഏടുകൾ അള്ളാഹു എടുത്തു വെക്കുന്നാൻ. ഈ 99 ഏടുകളും എന്താണെന്നറിയോ? ഇയാളുടെ തിന്മകളാണ്, ഇയാൾ ചെയ്ത തെറ്റുകളാണ്. കുല്ലു സിജില്ലിൻ മിസ്ല മദ്ദിൽ ബസർ. ഓരോ ഏടും കണ്ണെത്താത്ത അത്ര വലിപ്പുണ്ടാവുന്ന പറഞ്ഞത്. ഈ ഏടുകളിൽ മുഴുവനുള്ളത് ഇയാൾ ചെയ്ത തെറ്റുകളാണ്. എന്നിട്ട് അള്ളാഹു ഇയാളോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈആ, ഇതിൽ നിന്ന് നീ എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? ഈ എഴുതി വെച്ച രേഖയിൽ എന്തെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ? എന്റെ എഴുത്തുകാർ നിന്നോട് അക്രമം കാണിച്ചിട്ടുണ്ടോ? നീ ചെയ്യാത്ത എന്തെങ്കിലും തെറ്റ് നിന്റെ പേരിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടോ? മനുഷ്യൻ പറയും, ലാ യാ റബ്ബ്, അല്ലാഹുവേ, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അവരെന്നോട് അനീതി കാണിച്ചിട്ടില്ല, ഞാൻ ചെയ്യാത്തതൊന്നും എന്റെ പേരിൽ അവരെഴുതി വെച്ചിട്ടില്ല. അഫലക ഉദ്ർ, ഇനി നിനക്ക് ബോധിപ്പിക്കാൻ എന്തെങ്കിലും ഇളവുണ്ടോ? അയാൾ എന്താ അള്ളാഹുവിനോട് പറയാ? എനിക്കൊരു ഇളവുമില്ല. അപ്പൊ അള്ളാഹു പറയുന്നതാണ്, ഇന്നലക ഇൻദനാ ഹസന, നമ്മുടെ അടുക്കൽ നിനക്കൊരു നന്മയുണ്ട്. എന്നിട്ട് അള്ളാഹു ഒരു ബിതാക്ക പുറത്തു കൊണ്ടുവരും, ഒരു കാർഡ് പുറത്തു കൊണ്ടുവരും. കാർഡ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ കാർഡുമായിട്ട് നമ്മൾ സങ്കല്പിക്കരുത്, ഇത് ആഖിറത്തിലെ കാര്യമാണ്. ഒരു കാർഡ് അള്ളാഹു പുറത്തു കൊണ്ടുവരും. ആ കാർഡിലുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അതാണ് ആ കാർഡിലുള്ളത്. അപ്പൊ ഇയാൾ ചോദിക്കുന്നതാണ്, മാ ഹാദിഹിൽ ബിതാഖ മഅ ഹാദിഹി സിജില്ലാത്ത്. അല്ലാഹുവേ, ഇവിടെ എനിക്കൊരു കാർഡാണുള്ളത്, അപ്പുറത്ത് 99 ഏടുകളുണ്ട്, കണ്ണെത്താത്ത അത്ര ഏടുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഓരോ ഏടും കണ്ണെത്താത്ത അത്ര വലിപ്പമുണ്ട്. അതിലുള്ളതൊക്കെ എന്റെ തെറ്റുകളാണ്. അതിന് പകരമായിട്ട് ഈ കാർഡ് എന്താണ് പ്രയോജനം ചെയ്യുക? അപ്പൊ അള്ളാഹു പറയുന്നതാണ്, ഫഇന്നക ലാ തുദ്ലം, നിന്നോടൊരിക്കലും അക്രമം കാണിക്കപ്പെടുകയില്ല. എന്നിട്ട് ആ കാർഡ് തുലാസിന്റെ ഒരു തട്ടിൽ വെക്കും, ബാക്കി 99 ഏടുകളും മറ്റേ തട്ടിൽ വെക്കും. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫതാശതിസ് സിജില്ലാതു വസഖുലതിൽ ബിതാഖ, അവന്റെ ഏടുകൾ വെച്ച തട്ട് കനം കുറയും, ആ കാർഡ് വെച്ച തട്ട് കനം കൂടുകയും ചെയ്യും. പ്രിയപ്പെട്ടവർ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കനമാണ്, അത് കലിമത്തു തൗഹീദിന്റെ ഭാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വില നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മൾ കണക്ക് കൂട്ടുന്നതോ നമ്മൾ തൂക്കി നോക്കുന്നതോ ഒന്നുമല്ല അതിന്റെ ഭാരം. ആ തൗഹീദ് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ആ തൗഹീദിലേക്കാണ് മുഴുവൻ നബിമാരും അവരുടെ ജനങ്ങളെ വിളിച്ചിട്ടുള്ളത്. ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ തല കുനിക്കുകയുള്ളൂ, അവന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യുകയുള്ളൂ, അവനിലേക്ക് മാത്രമേ ഞങ്ങളുടെ കൈകൾ ഉയരുകയുള്ളൂ. കരയിലായാലും കടലിലായാലും ആകാശത്തായാലും ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും അള്ളാഹുവിനോട് മാത്രമേ പറയുള്ളൂ. ആ തൗഹീദ് എത്ര സുന്ദരമാണ്, അത് എത്ര മനോഹരമാണ്. ആ തൗഹീദിന് എന്തൊരു ശക്തിയാണ്, അതിനെന്തൊരു മൂർച്ചയാണ്. അള്ളാഹു നമുക്ക് തരുന്നൊരു പ്രതീക്ഷയുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കിബിത്തിയെ അബദ്ധത്തിൽ
വധിച്ചു കളഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ബനൂ ഇസ്രായേൽക്കാരനെ സഹായിച്ചതാണ്. രണ്ടുപേരും തല്ലുകൂടുന്നതിനിടയിൽ ആ തല്ല് തടഞ്ഞതാണ്. അതിന്റെ ഇടയിൽ മൂസാ നബിന്റെ അടുക്കൽ നിന്ന് മൂപ്പർക്ക് ഒരു കുത്ത് കിട്ടി. ഫവക്കസഹു മൂസ ഫഖദാ അലൈഹി. അയാളുടെ കാര്യം തീരുമാനം, അയാൾ മരിച്ചുപോയി. മൂസാ നബി കൊല്ലാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല, അബദ്ധമാണ്. ഫിറഔനും കൂട്ടരും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലാൻ തീരുമാനിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടു പോവാൻ, മദീനിലേക്ക് ഓടുകയാൻ. ഓടി 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 മദീനിലെത്തി. പരിചയമില്ലാത്ത നാട്, ഒരാളെയും അറിയില്ല. ആരോട് സഹായം ചോദിക്കും, ആരോട് പറയും? ഒരു തണലിൽ ഇരുന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ചു. യാ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഏത് സഹായം നീ ഈ സമയത്ത് എനിക്ക് ഇറക്കി തന്നാലും ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, സഹായിക്കാൻ ആരുമില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ വിഷമങ്ങളും വേദനകളും പറയാൻ ആരുമില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഏത് വാതില് നമ്മുടെ മുമ്പിൽ അടഞ്ഞാലും അള്ളാഹുലേക്കുള്ള വാതില് അത് തുറന്നു തന്നെ ഇരിക്കും. നമ്മുടെ റബ്ബ് നമ്മളെ സഹായിക്കും. അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക. നമ്മുടെ വിഷയങ്ങൾ അവന്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുക. ഏത് സമയത്തും വിളിക്കാനും പറയാനും നമുക്കൊരു അള്ളാഹു ഉണ്ട്. മല്ലം യസ്അലില്ലാ യഗ്ദബ അലൈഹി. അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിലാണ് അള്ളാഹുവിന് ദേഷ്യം. ചോദിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. കിട്ടുമെന്ന ഉറപ്പോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. കിട്ടുമെന്ന ഉറപ്പോട് കൂടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക. ഖുർആനിലെ പ്രാർത്ഥനകൾ കണ്ടിട്ടില്ലേ നമ്മൾ? അത്ഭുതമല്ലേ? ഖുർആനിന്റെ ഓരോ പ്രാർത്ഥനയും അത്ഭുതമല്ലേ? ഒരിക്കലും നടക്കൂല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടത്തി കാണിച്ചു തരാൻ. തലമുടിയൊക്കെ നരച്ച് വെളുത്ത് വെട്ടിത്തിളങ്ങുന്ന ഒരു മനുഷ്യൻ സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു മകൻ വേണം, എനിക്കൊരു പിൻഗാമി വേണം. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സക്കരിയ നബിക്ക് അള്ളാഹു കൊടുത്ത ഉത്തരമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. ഒരു പടുവൃദ്ധൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത ഉത്തരമാണ്. മത്സ്യത്തിന്റെ വയറ്റിനകത്ത് നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ചു. ആ വിളിക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു. ഒരു മീനിന്റെ വയറ്റിനകത്ത് വെട്ടുപോയ ഒരാൾക്ക് എന്ത് പ്രതീക്ഷയുള്ളത്? അവർക്കും പ്രതീക്ഷയുണ്ട്. അത് അള്ളാഹു എന്ന പ്രതീക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് മനുഷ്യന്മാർ ജാറങ്ങളിലേക്ക് ഓടുന്നത്. ഈ അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മുടെ കൈകൾ ഉയരുന്നത്. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. എന്തൊരു ചോദ്യാണ്! അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ? നമുക്ക് നമ്മുടെ റബ്ബ് പോരെ? നമുക്ക് അള്ളാഹു പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുലേക്ക് മടങ്ങുക, അവന്റെ നല്ല അടിമകളാവുക, തൗഹീദിൽ ഉറച്ചു നിൽക്കുക. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ നമ്മുടെ റബ്ബിനോട് നമ്മൾ പറയുക. അള്ളാഹു തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ ഒരു ഖബറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ആ ഖബറിന്റെ ചുറ്റും ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. നബിന്റെ കണ്ണീര് കൊണ്ട് അവിടുത്തെ മണ്ണ് നനഞ്ഞു എന്നാണ് സഹാബിമാർ പറഞ്ഞത്. എന്നിട്ട് കൂടെ നിൽക്കുന്ന അനുചരന്മാരോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു. ഇതുപോലത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങുക, നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കുക. പ്രിയപ്പെട്ടവർ, ആ ഖബറിലേക്ക് ഇനി നമുക്ക് എത്ര ദൂരമുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
30, 40, 50, 60 കഴിഞ്ഞവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിന് താഴെയുള്ളവരുണ്ട്. ഈ കഴിഞ്ഞുപോയ വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് തീർന്നു പോയത്. ആ പതിറ്റാണ്ടുകൾ ഇന്നലെ തീർന്നതുപോലെ നമുക്ക് തോന്നുന്നില്ലേ? നമ്മളാരും കണക്ക് കൂട്ടാത്തൊരു നേരത്ത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങേണ്ടി വരും. ഇപ്പൊ വയനാട് വീണ്ടും ഉരുള് പൊട്ടിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ കണ്ടു. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് ക്ഷമിക്കാനും പിടിച്ചു നിൽക്കാനുമുള്ള കഴിവ് നൽകട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഉത്തമമായത് അള്ളാഹു അവർക്ക് പകരം കൊടുക്കട്ടെ. നമ്മൾ കണ്ട കാഴ്ചകളിൽ ജീവന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന മനുഷ്യരെ നമ്മൾ കണ്ടു. മരണത്തെ മുന്നിൽ കണ്ടിട്ട് ഉള്ള ഒരു ഓട്ടമുണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മരണം നമ്മളാരും വിചാരിക്കാത്തൊരു നേരത്തായിരിക്കും നടക്കുക. ഞാൻ എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും പറയുന്നു, ഇടയ്ക്കൊക്കെ നമ്മൾ ഖബർസ്ഥാനുകൾ സന്ദർശിക്കണം. ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരെ ചെന്ന് കാണണം. ആ ഖബർസ്ഥാനിൽ പോയിട്ട് സലാം പറയണം. നമ്മുടെ ഹൃദയം ലോലമാകും. നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. തിന്മകളുടെ പിന്നാലെ ഓടുമ്പോൾ നമുക്കൊരു പേടിയും ബേജാറും ഉണ്ടാകും. അത് ഏത് സമയത്തും ആകാം. ഏത് സമയത്തും നമുക്ക് പോകാലോ. ഖബർ സന്ദർശിക്കാൻ പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമില്ല. ഒരാൾക്ക് രാത്രിയാണ് പോകാൻ പറ്റിയത്, അയാൾക്ക് രാത്രി പോകാം. പകലാണ് പറ്റിയ സമയം, പകല് പോകാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സഹാബിമാരെ മറവ് ചെയ്തിട്ടുള്ള ബഖീ സന്ദർശിച്ചിട്ടുണ്ട്, പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ രാത്രി സന്ദർശിക്കുന്നതിന് വിലക്കൊന്നുമില്ല, അതിനൊരു സ്പെഷ്യൽ ഡേ ഒന്നുമില്ല. വെള്ളിയാഴ്ച ഖബർ സന്ദർശിക്കുന്നതിന് ഒരു പ്രത്യേകത, പെരുന്നാളിന്റെ ദിവസം ഒരു പ്രത്യേകത, അങ്ങനെ ഒന്നുമില്ല. ഒരാൾക്ക് ഒഴിവുള്ളത് വെള്ളിയാഴ്ചയാണ്, അയാൾ വെള്ളിയാഴ്ച പോയിട്ട് ഖബർ സന്ദർശിച്ചു, പ്രശ്നമില്ല. ഒരാൾക്ക് ആകെ ഒഴിവുള്ളത് പെരുന്നാളിന്റെ ദിവസമാണ്, മൂപ്പര് പെരുന്നാളിന്റെ അന്ന് സന്ദർശിച്ചു, അതിന് വിരോധമൊന്നുമില്ല. എന്നാൽ പെരുന്നാളിന്റെ അന്ന് ഖബർ സന്ദർശിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. വെള്ളിയാഴ്ച ഖബർ സന്ദർശനം നടത്തുന്നതിന് പ്രത്യേക കൂലി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് പ്രശ്നമാണ്, അത് വിദഅത്തായിട്ട് മാറും. അപ്പൊ ഏത് സമയത്തും നമുക്ക് ഖബറുകൾ സന്ദർശിക്കാം. ആരും വേണ്ട, നമ്മൾ ഒറ്റക്ക് പോവുക, ആ ഖബർസ്ഥാനിൽ നമ്മൾ നിൽക്കുക, എന്നിട്ട് നമ്മൾ ആലോചിക്കുക അവിടെ കിടക്കുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ട്. ഇന്നലെ നമ്മളെപ്പോലെ ഓടിച്ചാടി നടന്നവരാണ് അവർ. ഇന്നലെ നമ്മളെപ്പോലെ സ്വപ്നങ്ങളും കിനാവുകളും കണ്ടവരാണ് അവർ. അവർക്ക് GCC നാടുകളിൽ ബിസിനസ് ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു, കെട്ടിക്കാൻ പ്രായമായ മക്കളുണ്ടായിരുന്നു, അവർ കണ്ട കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്വപ്നങ്ങളൊക്കെ എവിടെയാണ്? അവര് ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കെട്ടിപ്പടുത്തുയർത്തിയ മണിമാളികയിൽ ഇന്ന് വേറൊരാൾ കിടക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ടവൾ ഇന്ന് മറ്റൊരാളുടെ ജീവിത പങ്കാളിയാണ്. അയാളുടെ സ്വത്തും സമ്പത്തും ഒക്കെ മക്കള് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അവർ അനന്തരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അയാൾ ഉടുത്ത വിലപിടിപ്പുള്ള കുപ്പായങ്ങൾ ഇന്ന് വേറൊരാൾ ധരിക്കാൻ. അയാളുടെ ഓഫീസിൽ അയാൾക്ക് പകരം പുതിയൊരു സ്റ്റാഫ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് മുറിയിൽ വീണ്ടും സന്തോഷങ്ങളും കളിയും ചിരിയും തമാശയും നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാൻ. ഫസൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങളെ ആഖിറത്ത് ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണ്. ഖബറുകൾ നമ്മൾ സന്ദർശിക്കണം, നമ്മുടെ ഹൃദയം ലോലമാകാൻ, ആഖിറത്തിനെ പറ്റിയിട്ടുള്ള ഓർമ്മ വരാൻ, മരണത്തെ പറ്റിയിട്ട് ചിന്തിക്കുവാൻ. മരണത്തോടു കൂടി എല്ലാം തീരുമായിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാമായിരുന്നു. പക്ഷെ ഓരോന്നിനും നമ്മൾ കണക്ക് പറയേണ്ടി വരും. ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയതിന് ആഖിറത്തിൽ പകരം ചോദിക്കലുണ്ട് എന്നാ പറഞ്ഞത്. അല്ലെ, ആടിനും പോത്തിനൊന്നും ശരീഅത്തിന്റെ നിയമങ്ങളില്ലല്ലോ, അവർക്കിടയിൽ പോലും അള്ളാഹു നീതി നടപ്പിലാക്കും. അപ്പൊ ഓരോന്നിനും നമ്മൾ കണക്ക് പറയേണ്ടി വരും. നമ്മുടെ പര്യവസാനം നന്നാക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചതുപോലെ തവഫനി മുസ്ലിമ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായിട്ട് നീ ഞങ്ങളെ മരിപ്പിക്കണമേ, മുസ്ലിമായിട്ട് നീ എന്നെ മരിപ്പിക്കണമേ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണമേ. ആ പര്യവസാനം നന്നാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, പ്രയത്നിക്കുക. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്ത്, പര്യവസാനം നന്നാക്കി തരട്ടെ. അള്ളാഹുവെ, ഞങ്ങളിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അള്ളാഹുവെ, ഞങ്ങൾ രോഗികളായ ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും സന്തോഷവും നൽകണമേ.
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين